ഹീലിംഗ് വിത്ത് ശ്രീ രുദ്രയിലേക്ക് ഏവർക്ക് സ്വാഗതം. ഇത് നമുക്ക് നോക്കാം കരിയർ എന്താണ്, ഈ ആഴ്ചയിലെ കരിയർ എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്, അതിന് എന്തെങ്കിലും ബ്ലോക്കേജസുകളുണ്ടോ, അതിൻ്റെ ഗൈഡൻസ് എന്താണ് എന്നൊക്കെ നമുക്ക് നോക്കാം. യൂണിവേഴ്സ് നൽകുന്ന ഗൈഡൻസ് എന്തൊക്കെയാണെന്ന്. അതിനായിട്ട് നമുക്കിവിടെ 3 കാർഡുകൾ എടുക്കണം. 3 കാർഡുകൾ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. 3 കാർഡുകൾ എടുത്തു വെച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തെ കാർഡായി നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്താണെന്ന് നോക്കാം. 5 ഓഫ് പെൻറ്റക്കിൾസ് എന്ന ഭൂമി തത്വത്തെ കുറിക്കുന്ന കാർഡാണ്. ഈ കാർഡ് നൽകുന്ന സൂചന എന്താണെന്ന് വെച്ചാൽ പ്രതിസന്ധികൾ ആണ് ഈ ആഴ്ച നിലവിൽ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾക്ക് ആവശ്യമായ മാറ്റങ്ങൾ വരുത്തേണ്ട സമയമാണിത്. 5 ഓഫ് പെൻറ്റക്കിൾസ് നിങ്ങളിൽ ചിലപ്പോൾ താൽക്കാലികമായ സാമ്പത്തിക പ്രശ്നങ്ങൾ, ശാരീരിക മാനസിക സമ്മർദ്ദം, ഒറ്റപ്പെട്ടു പോയതായിട്ടുള്ള അവസ്ഥ, ഇതൊക്കെ നിങ്ങളെ ബാധിച്ചേക്കാം. അതിൽ നിന്നൊക്കെ നിങ്ങൾ ഓവർകം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. മുന്നേറി മുന്നോട്ട് പോകാനാണ് ഈ കാർഡ് നിങ്ങൾക്ക് നൽകുന്ന സൂചന. രണ്ടാമതായി നമുക്ക് കിട്ടിയിരിക്കുന്നത് മൂവ്മെൻറ്റിൻ്റെ ഒരു കാർഡാണ്. ഫ്യൂച്ചറിലേക്കുള്ളൊരു പോക്കാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. പക്ഷേ ഇതിവിടെ ബ്ലോക്കേജ് ആയിട്ടാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. നൈറ്റ് ഓഫ് കപ്സ് എന്ന കാർഡാണ്. അതായത് ഭാവനാപരമായ ഒരു ആഗ്രഹം നിങ്ങൾക്കുള്ളതായി സൂചന ലഭിക്കുന്നുണ്ട്. എന്നാൽ അത് പ്രായോഗികമായി നടപ്പാക്കാനുള്ള ബുദ്ധിമുട്ട് ചിലപ്പോൾ ഉണ്ടായേക്കാം എന്നാണ് ബ്ലോക്കേജായി ഈ കാർഡ് വരുമ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചന. ആ ബ്ലോക്കേജ് എന്താണെന്ന് നിങ്ങൾ നോക്കുക, അതിനനുസരിച്ച് മുന്നോട്ട് നീങ്ങുക. ഇനി നമുക്ക് ഗൈഡൻസായി, യൂണിവേഴ്സൽ ഗൈഡൻസായി തന്നിരിക്കുന്നത് വളരെ നല്ല പോസിറ്റീവായിട്ടുള്ളൊരു കാർഡാണ്. 9 ഓഫ് കപ്സ് എന്ന ജലതത്വത്തെ കുറിക്കുന്ന കാർഡാണ് ഇവിടെ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ കാർഡ് നൽകുന്ന സൂചന എന്താണെന്ന് വെച്ചാൽ, ഈ ആഴ്ചയിൽ കഠിനാധ്വാനം നിങ്ങൾ ചെയ്താൽ അതിൻ്റെ ഫലമായി സാമ്പത്തികമായ ഉന്നതി ഉയർച്ച ലഭിക്കുമെന്നാണ്. കരിയറിലും ധനത്തിലും ഈ ആഴ്ച ചില സാമ്പത്തിക മാനസിക സമ്മർദ്ദങ്ങൾ നിങ്ങൾക്കുണ്ടായേക്കാം. ചിലർക്ക് ജോലി സംബന്ധമായ ആശങ്കയുണ്ടായേക്കാം. പുതിയ അവസരങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ സൂക്ഷ്മ പരിശ്രമം നിങ്ങൾക്ക് ആവശ്യമാണ്. ഈ ആഴ്ച അവസാനത്തോടെ നല്ല അവസരങ്ങൾ ലഭിക്കും എന്നാണ് കാർഡുകൾ സൂചന തരുന്നത്. ചിലർക്ക് ബന്ധങ്ങളിൽ അസ്വാരസ്യം ഉണ്ടായേക്കാം, പൊരുത്തക്കേടുകൾ ഉണ്ടാകാം. ഒരാൾ അകന്നു പോവുകയോ പഴയ ബന്ധത്തിൽ വിഷമം അനുഭവപ്പെടുകയൊക്കെ ചെയ്യാം എന്നാണ്. ഈ ആഴ്ചയിൽ സമാധാനവും സന്തോഷവും വീണ്ടെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഉറക്കം, വിശ്രമം, മാനസിക സമാധാനം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുക. ആത്മീയമായി വലിയൊരു മുന്നേറ്റത്തിന് സാധ്യത കാണുന്നു. ധ്യാനം, പ്രാർത്ഥന എന്നിവയ്ക്ക് ജീവിതത്തിൽ പ്രഥമ പരിഗണന നിങ്ങൾ നൽകേണ്ടതായി വരുന്നുണ്ട് ഈ ആഴ്ചയിൽ. ഈ വെല്ലുവിളി തികച്ചും താൽക്കാലികമാണ്. അവ മാറാനുള്ള സാധ്യതയാണ് കൂടുതലായുള്ളത്. ചില ആഗ്രഹങ്ങൾ സാക്ഷാത്കരിക്കാം, ചിലവ നടന്നില്ലെന്ന് വരാം. അമിത ആത്മവിശ്വാസം കൈവിടരുത്. സമ്പത്ത്, ആരോഗ്യം ഇവയിലുള്ള ബുദ്ധിമുട്ടുകൾ ക്രമേണ മെച്ചപ്പെടുത്താനുള്ള സാധ്യതയാണ് കാണുന്നത്. വായ്പകൾ ലഭിക്കാനും പുതിയ അവസരങ്ങൾ വന്നു ചേരാനുള്ള സമയമാണ് കാണുന്നത്. അപ്പോൾ ഈ 3 കാർഡുകളും നിങ്ങൾ കണ്ടുവല്ലോ. അതിനനുസരിച്ച് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്ങോടുകൂടെ എല്ലാവരും മുന്നോട്ട് പോകുക. എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് ഉണ്ടാകട്ടെ. ഏവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.